സോളാറും ബാർ അഴിമതിയും വളരെ ശക്തമായി നിലനിൽക്കുമ്പോൾ മറ്റന്നാൾ നിയമസഭാ സമ്മേളനത്തിന് തുടക്കമാകുന്നു. അതോടൊപ്പം തന്നെ നാളെ സോളാർ കമ്മീഷനിൽ ഏറ്റവും നിർണായകമായ ദിനം എന്ന് സരിത തന്നെ നിലപാടെടുക്കുമ്പോൾ അഡ്വക്കേറ്റ് രാജേന്ദ്രൻ, അതോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ എ സജീവൻ, BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് JR പത്മകുമാർ, KPCC സെക്രട്ടറി M വിൻസൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ഫക്രുദ്ദീൻ അലി എന്നിവർ അതിഥികളായി ചേരുമ്പോൾ ആദ്യം രാജേന്ദ്രനിലേക്ക്. അഡ്വക്കേറ്റ് രാജേന്ദ്രൻ, നാളത്തെ ദിനം ഇന്ന് സരിത പറയുന്നു ഏറ്റവും നിർണായകമായിരിക്കും സോളാർ അഴിമതിയെ സംബന്ധിച്ചിടത്തോളം നാളെ സോളാർ കമ്മീഷനിൽ. എന്താണ് നാളത്തെ ദിവസത്തിൻ്റെ സരിത പറയുന്ന ഈ പ്രത്യേകത? സോളാർ കമ്മീഷനിൽ സരിത നായർ മൊഴി പറയുമ്പോൾ ഒരു മാലാഖയാണ് മൊഴി പറയുന്നത് എന്ന വിശ്വാസം ഞങ്ങൾക്കില്ല. നാളെ സരിത നായർ പ്രധാനമായും പറയാൻ പോകുന്നത് ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ലൈംഗികമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. ആ വിവരങ്ങൾ കമ്മീഷനിൽ അവർ പറഞ്ഞതുപോലെ ഒരു സീൽഡ് കവറിലായിരിക്കും. ഈ കഴിഞ്ഞ 5 ദിവസം അവർ വ്യക്തതയോടെയാണ് നീങ്ങിയത്. ചിലരെ ഒഴിവാക്കി, ബോധപൂർവം ചിലരെ ഉൾപ്പെടുത്തി. ആ ഒഴിവാക്കപ്പെട്ടവരെല്ലാം കോൺഗ്രസിലെ ഒരു വിഭാഗത്തിലുള്ളവരാണ്, ഉൾപ്പെടുത്തപ്പെട്ടവരെല്ലാം മറുവിഭാഗത്തിൽപ്പെട്ടവരാണ്. ഞാൻ വിചാരിക്കുന്നത് ലൈംഗികതയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിലും ഈ വേർതിരിവുണ്ടാകും. ഏത് വിഭാഗത്തെയാണോ ഒഴിവാക്കിയിരിക്കുന്നത് അത് കൃത്യമായി പറഞ്ഞാൽ KC വേണുഗോപാൽ, അടൂർ പ്രകാശ്, ഹൈബി ഈഡൻ, മന്ത്രി AP അനിൽകുമാർ, ഈ 4 പേരെയും കൃത്യമായി ഒഴിവാക്കുകയാണ്. അതേസമയം കൃത്യമായി ആര്യാടൻ മുഹമ്മദ്, അതേപോലെ തന്നെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഈ വിഭാഗവുമായി ബന്ധപ്പെട്ട ആൾക്കാർ, അവരുടെ പേരുകൾ കൃത്യമായി ആ സീൽഡ് കവറിൽ കാണുമെന്നാണ് ഇതുവരെയുള്ള മൊഴിയുമായി ബന്ധപ്പെട്ടത്. യെസ്, ആ സാഹചര്യം വരുമ്പോൾ തന്നെ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിലെയും UDFിലെയും ആ തരത്തിൽ പറയുകയാണെങ്കിൽ സോളാർ സ്കാമുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ലൈംഗികപരമായ ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ ഇതിൽ മെജോറിറ്റി ആൾക്കാരും പങ്കെടുക്കുന്നു. ഏറ്റവും പ്രമുഖരെന്ന് പറയുന്നവർ ഇവരെല്ലാം നമുക്കറിയാം കോൺഗ്രസ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം, ഉമ്മൻചാണ്ടി മന്ത്രിസഭയെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടിയുടെ ഉപഗ്രഹങ്ങളാണ്. തനിക്ക് ഉപഗ്രഹമായി ചുറ്റിക്കറങ്ങാത്തവരെ മുഴുവൻ മാറ്റി നിർത്തുന്ന, അത് രാഷ്ട്രീയത്തിലാകട്ടെ ഏറ്റവും അദ്ദേഹത്തിൻ്റെ ചരിത്രം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത്തരത്തിലാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഉപഗ്രഹങ്ങളിലേക്ക് വരുന്ന ആരോപണങ്ങൾ മുഖ്യമന്ത്രിയിലേക്ക് നീളുന്ന ചൂണ്ടുവിരലാകുന്നത് ഏതു സാഹചര്യത്തിലാവും നാളത്തെ പ്രത്യേകതയുമായി ബന്ധപ്പെട്ട്? സരിതയുടെ മൊഴിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ ആ ലൈംഗികതയുടെ ഭാഗവുമായി ബന്ധപ്പെടുത്താൻ സാധ്യത വിരളമായിട്ടാണ് ഞാൻ കാണുന്നത്. അതേസമയം കൃത്യമായി A വിഭാഗത്തിലെ ചിലർ അതിനകത്തുണ്ടാകും. അത് സരിത ഉയർത്തിക്കാണിച്ച കത്തിൽ തന്നെ വന്ന പേരുകളാണ്. അവിടെ കൃത്യമായി അവർ കമ്മീഷൻ മുമ്പാകെ പറഞ്ഞത് കത്തിൽ പറഞ്ഞിട്ടുള്ള ചില പേരുകളുണ്ട്, എന്നാൽ പ്രസ് ക്ലബിൽ വെച്ച് വന്നിട്ടുള്ള ചില പേരുകൾ അത് കത്തിൽ വന്നതല്ല, കത്തിനോടൊപ്പമുള്ള കുറിപ്പിൽ വന്നതാണെന്നാണ്. ആ വിഷയം നിലനിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഏറ്റവും തർക്കമായിട്ടുള്ളത് മലയിൽ ശ്രീധരൻ നായരും സരിതയും മുഖ്യമന്ത്രിയും കൂടി ഒന്നിച്ച് കണ്ടു എന്നുള്ളതിനെക്കുറിച്ച് സരിതാ നായർ അടിവരയിടുകയാണ്. ഒരു കള്ളവുമില്ല എന്ന രീതിയിൽ ആ തെളിവുകളെ സംബന്ധിച്ച് സോളാർ കമ്മീഷനിൽ ഇതുവരെ നടന്ന വാദങ്ങളിലും ഇനി ഉണ്ടാകുന്ന ദിവസങ്ങളിലും ഏതെങ്കിലും സാഹചര്യങ്ങളിലേക്ക് കൂട്ടിയിണക്കപ്പെടാൻ സാഹചര്യമുണ്ടോ? ഞാൻ പറഞ്ഞ ആ സ്പെസിഫിക് പോയിന്റ്. മുഖ്യമന്ത്രി പ്രതിയാകേണ്ട കേസായിരുന്നു മലയിൽ ശ്രീധരൻ നായരുടെ. മുഖ്യമന്ത്രിയെ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയത് DYSP പ്രസന്നൻ നായരാണ്. ഇവിടെ ഒരു കൃത്യമായ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ സമ്മതിച്ചതാണ് 2012 ജൂലൈ മാസം 9-ാം തീയതി മല്ലേലി ശ്രീധരൻ നായർ എന്നെ വന്ന് കണ്ടു. അതേസമയം കൃത്യമായി DYSP പ്രസന്നൻ നായരോട് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതേ ഡേറ്റിൽ മല്ലേലി ശ്രീധരൻ നായർ മുഖ്യമന്ത്രിയെ കണ്ടതായി അങ്ങേക്ക് ബോധ്യപ്പെട്ടുണ്ടോ? ആ പർട്ടിക്കുലർ ഡേറ്റിൽ മുഖ്യമന്ത്രി മല്ലേലി ശ്രീധരൻ നായരെ കണ്ടതായി എനിക്ക് ബോധ്യമില്ല എന്ന വൈകൃതമായ ഉത്തരമാണ് പറഞ്ഞത്. വൈകൃതമായ ഈ മുഖ്യമന്ത്രി അല്ല, പ്രസന്നൻ നായർ ആ വൈകൃതമായ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ, കാരണം കുറ്റവാളി തന്നെ ആധികാരികമായി പറയുന്നു ഞാനാണ് കുറ്റം ചെയ്തിരിക്കുന്നത്. അപ്പോഴാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നത് എനിക്ക് ബോധ്യപ്പെടുന്നില്ലെന്ന്. അവിടെ എന്നിട്ട് ഈ പ്രസന്നൻ നായരെ വളരെയേറെ സാമ്പത്തിക വരുമാനമുള്ള കാബൂളിലെ UN ദൗത്യസേനയിലേക്ക് സെലക്ട് ചെയ്യുകയും ചെയ്തു.
അതായത് അത്തരം മൊഴിക്ക് വേണ്ടി ചില ഇല്ലീഗൽ നെക്സസ് അവിടെ തീർച്ചയായും ഏതു തരത്തിൽ? തീർച്ചയായും. അതോടൊപ്പം തന്നെ നിയമസഭയിൽ പറഞ്ഞതിന് നേരെ വിപരീതമല്ലേ മുഖ്യമന്ത്രി അവിടെ പറഞ്ഞത്? നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞത് എനിക്ക് മല്ലലി ശ്രീധരൻ നായരുമായിട്ടുള്ള ഫോക്കസ് മാത്രം മതി ഇപ്പോൾ ഈ സമയം. നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞത് മല്ലലി ശ്രീധരൻ നായർ എന്നെ വന്ന് കണ്ടത് കോറി ഓണേഴ്സ് അസോസിയേഷന്റെ പ്രവർത്തകരുമായിട്ടാണെന്നാണ്. പക്ഷേ സോളാർ കമ്മീഷൻ അദ്ദേഹം വന്ന് പറഞ്ഞത് മല്ലലി ശ്രീധരൻ നായർ ഒറ്റയ്ക്കാണ് എന്നെ വന്ന് കണ്ടത്, അതിനുശേഷമാണ് സംഘാടകർ വന്നത്, ഞാൻ അവരോട് പറഞ്ഞു, അദ്ദേഹം വന്നിട്ട് പോയി എന്ന്. എന്തിനീ വൈരുദ്ധ്യം? യെസ്, ആ ചോദ്യം വളരെ ശക്തമായി നിൽക്കുമ്പോൾ ഫക്രുദ്ദീൻ അലി, ഒരുപക്ഷെ നാം ഇത്തരം കാര്യങ്ങളിലേക്ക് വരുന്നത് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഉപഗ്രഹങ്ങളുടെ കള്ളത്തരങ്ങൾ വളരെ ശക്തമായി നിലനിൽക്കുമ്പോൾ തന്നെ അതിൻ്റെയൊക്കെ സംരക്ഷകനായി മുഖ്യമന്ത്രി വരുമ്പോഴാണ് അഡ്വക്കേറ്റ് രാജേന്ദ്രൻ ചൂണ്ടിക്കാണിക്കുന്നത് മല്ലലി ശ്രീധരൻ നായർ, അതാണ് ഡിജിറ്റൽ എവിഡൻസ് ഉണ്ടോ എന്നുള്ള മുഖ്യമന്ത്രിയുടെ വെല്ലുവിളിയാണ് ഓരോ സമയത്തും വരുന്നത്. അങ്ങനെ സ്വീകരിക്കുന്ന ഘട്ടത്തിൽ ഈ വൈരുദ്ധ്യങ്ങൾ വരുന്നു. അവിടെ ഒരു ഇല്ലീഗൽ നെക്സസിന് വേണ്ടി മറ്റു ചില നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവരെ സംരക്ഷിക്കുന്ന തലത്തിലേക്ക് പോകുന്ന സാധ്യതകൾ അഡ്വക്കേറ്റ് രാജേന്ദ്രൻ പറയുന്നതിനെ ആ നിലയ്ക്ക് കാണുന്നത് ഏതു തരത്തിൽ വിലയിരുത്തും? ഇതിപ്പം നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെയല്ലേ, ഒരു കോൺഗ്രസ് തന്നെ അദ്ദേഹത്തിൻ്റെതായ ഒരു ടീം ഗ്രൂപ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ക്രീം എന്ന് ഈ പറയുന്ന തമ്പാനു രവിയും ബന്നി ബഹന്നാനും ഉൾപ്പെടെയുള്ള ഇവരാരെയും എല്ലാവരെന്നല്ലല്ലോ, ഇവരെ ഉൾക്കൊള്ളുന്ന ഒരു ക്രീം. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലാണ് അങ്ങനെ ഒരു ടീം. ആ ടീമിൽപ്പെട്ട ആളുകൾ തന്നെയാണ് സരിതയായിട്ട് ബന്ധപ്പെട്ട CD നശിപ്പിച്ചതെന്ന് നമ്മൾ പറഞ്ഞു. ആ രീതി തനിക്ക് ഏറ്റവും മുമ്പൊക്കെ ചില രാജാക്കന്മാരുണ്ട്, ബാൽബനെ പോലെയൊക്കെയുള്ള ചില രാജാക്കന്മാർ, അവരാരെയും വിശ്വസിച്ചിരുന്നില്ല. അവരുടെ ഏറ്റവും അടുത്തേക്കുന്ന ആളുകളെ, അവരെ പോലും സ്പൈ വർക്ക് അവരെ നിരീക്ഷിക്കാൻ വേണ്ടി സ്പൈസിനെ വേറെ ഇദ്ദേഹം ഈ ബാൽബനെ പോലെയുള്ള രാജാക്കന്മാർ ഉപയോഗപ്പെടുത്തിയിരുന്നു. അതുപോലെ ആരെയും വിശ്വാസമില്ലാത്ത ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി എന്നിട്ട് ആ വിശ്വാസമില്ല കുറച്ച് ആളുകളെ വിശ്വാസമുണ്ട്, അവരെ എത്രത്തോളം വിശ്വാസം എടുത്ത് നമുക്ക് ഇനി കാണേണ്ട വിഷയമാണ്. ഈ ആളുകളെ പോലും ഒരു വശം വാച്ച് ചെയ്യുന്ന രീതിയിൽ പോലീസ് തന്നെ ഒരു വിഭാഗം ഉണ്ടാക്കി വരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരാളെ കൊണ്ടാണ് ഈ CD നശിപ്പിച്ചത്. അങ്ങനെയുള്ള ഒരുപാട് ആളിന് ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഈ പറഞ്ഞിരിക്കുന്ന ഇദ്ദേഹം ഇപ്പം സൂചിപ്പിച്ചിരിക്കുന്ന UN ദൗത്യത്തിലുള്ള അപ്പൊ എന്ന് വെച്ചാൽ ഒരു പാർട്ട്ണർ ക്ലയന്റ് റിലേഷൻഷിപ്പ് ഒരു ജനാധിപത്യത്തിന് ഒരിക്കലും യോജിച്ചതല്ല. ഞാനോ പാർട്ട്ണറാണ്, നിങ്ങൾ ക്ലയന്റാണ്, നിങ്ങളെ കാര്യം നിങ്ങളെൻ്റെ ക്ലയന്റാണ്, നിങ്ങളെ കാര്യം ഞാൻ നോക്കിക്കൊള്ളുന്ന രീതിയിൽ അങ്ങനെ റിലേഷൻഷിപ്പ് നിലനിർത്തുക എന്നുള്ളത് ജനാധിപത്യ വ്യവസ്ഥ ഒട്ടും തന്നെ യോജിച്ചതല്ല. പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നത് ഉപജാപങ്ങൾ നടത്തുന്ന ഈ രീതിയിലാണ് എന്നുള്ള കൃത്യമായ സൂചനയാണ്. അഡ്വക്കേറ്റ് JR പത്മകുമാർ, അത്തരത്തിൽ ഉപജാപങ്ങളുടെ കേന്ദ്രമായി ഒരു ജനാധിപത്യ സംവിധാനത്തെ നയിക്കുന്ന വ്യക്തിയും ആ കേന്ദ്രങ്ങൾ ചുറ്റും കറങ്ങുന്ന രീതിയിലേക്ക് സംരക്ഷണ ഭിത്തി അല്ലെങ്കിൽ സംരക്ഷണ കവചം തീർക്കുന്ന തലത്തിലേക്ക് വരുന്നതിൻ്റെ സൂചനകൾ അത് സോളാർ കമ്മീഷനിൽ വെളിവാകുന്നുവെന്നാണ് അഡ്വക്കേറ്റ് രാജേന്ദ്രൻ വിലയിരുത്തുന്നത്. എങ്ങനെ കാണും? അത് വളരെ സത്യസന്ധമായൊരു വിലയിരുത്തലല്ലേ. ഇപ്പോൾ ഈ കേസിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സോളാർ കേസിൽ മുഖ്യമന്ത്രിയെയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മന്ത്രിമാരെയും ഈ ഇടനിലക്കാരെയൊക്കെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഇടപെട്ടത് ആരൊക്കെയാണ്? മുഖ്യമന്ത്രിയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ. ഇപ്പോൾ തമ്പാനൂർ രവി ആയാലും ബെന്നി ബെഹനാൻ ആയാലും, അതേപോലെ തന്നെ മണലൂർ MLA വേറെ ഈ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി ഒരു വിവാദം വന്നിട്ടുണ്ട്, മാധവൻ. അപ്പോൾ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഉപജാപ സംഘത്തെ അദ്ദേഹം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത് സത്യമല്ലേ? പക്ഷേ നമ്മൾ ചർച്ച ചെയ്ത് വന്ന കാര്യം നാളത്തെ ദിവസത്തെക്കുറിച്ചാണ്. ഞാൻ എൻ്റെ പ്രതീക്ഷ ഇതിപ്പോൾ നാളെ ഒരു ലൈംഗികമായി ബന്ധപ്പെട്ട കുറേ ആളുകളുടെ ഒരു ആരോപണം വരുമെന്നുള്ളതിൽ ഉപരിയായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വരാൻ പോകുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നത് സരിത ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വെളിപ്പെടുത്തിയത് ഒരു സാമ്പിൾ വെടിക്കെട്ടാണ്. അപ്പോൾ ആ സാമ്പിളിൽ ഇവരെല്ലാം ഏതൊക്കെ രീതിയിലാണ് പ്രതിരോധിച്ചിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കി അതിനെ ഖണ്ഡിക്കുന്ന രീതിയിലുള്ള അതിനെ ഖണ്ഡിക്കാൻ കഴിയുന്ന ശക്തമായ തെളിവുകളായിട്ടായിരിക്കും നാളെ വരാൻ പോകുന്നത്. അത് വരുമ്പോഴുള്ള പ്രശ്നം വരുന്നത് മുഖ്യമന്ത്രി 14 മണിക്കൂറോളം സോളാർ കമ്മീഷൻ്റെ മുന്നിൽ സ്മാർത്ഥ വിചാരത്തിന് വിധേയമായ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് വിരുദ്ധമായ ഡോക്യുമെൻ്ററി എവിഡൻസാണ് അല്ലെങ്കിൽ വേറെ വിഷ്വൽ എവിഡൻസാണ് നാളെ വരുന്നതെങ്കിൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ദിനമായിരിക്കും. ഒരു നിമിഷം പോലും പിന്നെ തുടരാൻ കഴിയൂ. പറയുന്നത് കള്ളമാണെന്ന് വ്യക്തമായി തെളിയിക്കുന്ന ഒരു രേഖ അല്ലെങ്കിൽ മൊഴി അല്ലെങ്കിൽ മറ്റ് തെളിവുകൾ നാളെ പുറത്തു വന്നാൽ, അപ്പോൾ അതാണ് ഈ നാളത്തെ ദിവസത്തെ സംബന്ധിച്ചിടത്തോളം ഈ തെളിവുകൾ ലൈംഗിക ആരോപണത്തെക്കാൾ ഉപരിയായിട്ട് വരാൻ പോകുന്നതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. M. വിൻസെന്റ്, KPCC സെക്രട്ടറി, അദ്ദേഹത്തിലേക്ക് വരുന്നതിന് മുമ്പ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ A. സജീവൻ. ശ്രീ സജീവൻ, ഈ വിലയിരുത്തലുകളാണ് നമ്മൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റിലേക്ക് ഈ ചർച്ച വരുമ്പോൾ നാളത്തെ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വരുമ്പോൾ അഡ്വക്കേറ്റ് രാജേന്ദ്രൻ ചൂണ്ടിക്കാണിക്കുന്നതിന് ചില അഭിപ്രായങ്ങൾ. അവിടെ എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായി ചൂണ്ടിക്കാണിക്കാനുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലും ഏറ്റവും ക്യൂരിയോസിറ്റിയായി നിൽക്കുന്നത് ഒരുപക്ഷെ മല്ലലി ശ്രീധരൻ നായരും സരിതയും
തമ്മിലുള്ള കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയുമായി, അതിൻ്റെ ഡിജിറ്റൽ തെളിവുകളുണ്ട്, അത് ഹാജരാക്കും. ഒപ്പം രാജേന്ദ്രൻ പറയുന്നു അതിനപ്പുറത്തേക്ക് പോയി ചില വെളിപ്പെടുത്തലുകൾ കൂടി വരും ദിവസങ്ങളിൽ ഉണ്ടാകും. ഈ സാഹചര്യങ്ങളിലൊക്കെ വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ നില പരിങ്ങലിലോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഏതു തരത്തിൽ അതിനെ പ്രതിരോധിക്കും, അതിലേക്കപ്പുറത്ത് വരും ദിവസങ്ങളിലെ സോളാർ, ഇപ്പോൾ നാം ഈ ചർച്ച നടത്തുന്നത് അഡ്വക്കേറ്റ് രാജേന്ദ്രന്റെ നിലപാടിൽ ഊന്നിക്കൊണ്ടാണ്. ആ അവസ്ഥയിൽ വരും ദിവസങ്ങൾ, മറ്റന്നാൾ നിയമസഭാ സമ്മേളനം വരുന്നു, നാളത്തെ ദിവസത്തെ സോളാർ കമ്മീഷനെ ഏതു തരത്തിലായിരിക്കും ആ പ്രത്യേകതയെ താങ്കൾ കാണുക? മലയാളി ശ്രീധരൻ നായരും മുഖ്യമന്ത്രിയും സരിതയും ഒരുമിച്ചുള്ള CD അല്ലെങ്കിൽ ദൃശ്യം കാണിക്കുമെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അതൊരു സാധ്യതയാണ്, അതങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിൽ. പക്ഷേ എനിക്ക് തോന്നുന്നത് സരിത ഇങ്ങനെ കാണിക്കുമ്പോൾ സരിതയ്ക്ക് പോലും ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുള്ളത് മലയാളി ശ്രീധരൻ നായരുമായിട്ട് ബന്ധപ്പെട്ട കേസ് നിലനിൽക്കുന്നുണ്ട്, സരിത പ്രതിയായിട്ടുള്ള കേസ് നിലനിൽക്കുന്നുണ്ട്. അതിന് വിരുദ്ധമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതിനെപ്പോലും ഓവർകം ചെയ്യുന്ന രൂപത്തിൽ അങ്ങനെ ഒരു കേസിൽ തനിക്കെതിരായിട്ടുള്ള ഒരു തെളിവായിട്ടത് മാറും എന്ന അത് സഹിക്കാം എന്നൊരു ഉറപ്പിലാണെങ്കിൽ അത് വലിയ ബോംബായിട്ട് മാറും. അതിനുള്ള സാധ്യത അങ്ങനെ സരിത തയ്യാറാകുമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും സരിത നമുക്ക് അറിയാവുന്ന പോലെ സരിത പലതവണ പറഞ്ഞിട്ടുള്ള ഇങ്ങനെ വെളിപ്പെടുത്തുന്ന ഒരു CD എൻ്റെ കൈവശമുണ്ട്, അത് വെളിപ്പെടുത്തും, ദൃശ്യമുണ്ട്, അതിൻ്റെ ഓഡിയോ കാസറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് വെളിപ്പെടുത്തുമ്പോൾ സാധാരണഗതിയിൽ ഇതുവരെ വെളിപ്പെടുത്തിയ തെളിവുകൾ പോലെയല്ല. ഇപ്പോൾ നിലവിലൊരു മലയാളി ശ്രീധരൻ നായരുമായി ബന്ധപ്പെട്ട കേസ്, സോളാർ കേസ് നിലവിലുള്ളതാണ്, സരിത പ്രതിയായിട്ടുള്ളത്. അതിൽ സരിതയ്ക്കെതിരായിട്ടുള്ള ഒരു തെളിവായിട്ട് മാറാനുള്ള, ഏറ്റവും വലിയ തെളിവായിട്ട് മാറാനുള്ള സാധ്യത കൂടി ഉള്ളതാണ്. അതൊന്നും വിലവെക്കാതെ, അതൊന്നും ഗൗനിക്കാതെ എന്ത് വന്നാലും ഇതിലൊരു അന്ത്യഘട്ടത്തിലേക്ക് എത്തിയേ തീരൂ എന്ന നിലപാടിലാണ് സരിത പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതൊരു വലിയ ബോംബായിരിക്കും. അതിനെ തടഞ്ഞു നിർത്താൻ പിന്നീട് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് തെളിയിക്കുന്നതായിരിക്കും. അതാണോ ശരിയാണോ തെറ്റാണോ നമുക്കറിയില്ല, വരാൻ പോകുന്ന കാര്യമാണ്. പക്ഷെ എന്തായാലും തുടക്കം മുതൽ തന്നെ ഞാൻ സരിതയെ കണ്ടിട്ടില്ല. മലയാളി ശ്രീധരൻ നായരെ ഞാൻ നേരത്തെ രാജേന്ദ്രൻ പറഞ്ഞ പോലെ ഈ ലോറി ഓണേഴ്സിൻ്റെ കൂടെയാണ് കണ്ടിട്ട്, അവർ ഒരുമിച്ച് കോറി ഓണേഴ്സിൻ്റെ കൂടെയാണ് വന്നിട്ടുള്ള, അവർ ഒരുമിച്ച് വന്നതായിരുന്നു ഒക്കെ പറഞ്ഞിരുന്നു. ഇതൊക്കെ ഈ തെളിവുകളൊക്കെ മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞ മുഴുവൻ തെറ്റാണെന്നും തെളിയിക്കുന്ന തെളിവായിട്ട് ഇത് മാറും. അതൊരു വലിയ ഈ മുഖ്യമന്ത്രിക്കെതിരെ കൊണ്ടുവരാവുന്ന ഏറ്റവും വലിയ തെളിവുമായിരിക്കും. പക്ഷേ അത് എത്രമാത്രം കൊണ്ടുവരുമെന്നുള്ളതിൽ എനിക്കിപ്പോഴും ഒരു സംശയമുണ്ട്. യെസ്, അത്തരം സംശയം നിലനിൽക്കുമ്പോൾ KPCC സെക്രട്ടറി M. വിൻസെന്റിലേക്ക് തർക്കം, രാഷ്ട്രീയ തർക്കം, അതിനൊക്കെ അപ്പുറത്തേക്ക് എൻ്റെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം, പരിഭവമുണ്ടോ മുഖ്യമന്ത്രിക്ക്, കോൺഗ്രസിന്? എന്തിനാണ്? കാരണം ഇവിടെ നിങ്ങൾ തെളിവുകളെന്ന് പറയുന്ന CD-കളൊക്കെ ഉണ്ടല്ലോ, ഇതിനേക്കാൾ വലിയൊരു CD ബിജു രമേശ് കൊണ്ടുവന്നു. ഫോറൻസിക് പരിശോധന, ശാസ്ത്രീയമായ പരിശോധന, ഇടതുപക്ഷം നടത്തുന്ന പരിശോധനയോ മാധ്യമങ്ങൾ നടത്തുന്ന പരിശോധനയോ അതിനപ്പുറത്തേക്കുള്ള ശാസ്ത്രീയമായ പരിശോധന. എന്താ തെളിഞ്ഞത്? എഡിറ്റ് ചെയ്തുണ്ടാക്കിയതാണ്. 2010 സംഭാഷണം 2014 മാത്രം ഇറങ്ങിയ ഫോണിൽ എഡിറ്റ് ചെയ്ത് കയറ്റിയിട്ട് ഇപ്പോൾ കിട്ടിയ തെളിവാണ് എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നു. ഇത് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന CD എന്താണ്? നാളെ ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ പരിശോധിക്കാനോ അന്വേഷിക്കാനോ ഉള്ള ഒരു ബ്രീത്തിങ് ടൈം പോലും കൊടുക്കാതെ മുഖ്യമന്ത്രിയെ പ്രതിയാക്കി നിർത്തുന്നു, ഉപരാഗത്തിൽ നിർത്തുന്നു. അതുപോലെ മുഖ്യമന്ത്രിയുടെ ഈ സരിത ലക്ഷ്യം വയ്ക്കുന്ന ആരാണ്? സരിതയോടൊപ്പം നിൽക്കുന്ന ഗൂഢാലോചനക്കാർ ഈ ഇടതുപക്ഷവും അതുപോലെ തന്നെ ഈ പറയുന്ന ബാർ ഉടമകളും ലക്ഷ്യം വയ്ക്കുന്ന മുഖ്യമന്ത്രി തന്നെയാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുമായ അടുപ്പക്കാരാരൊക്കെയാണ് അറിയപ്പെടുന്നത്? മുഖ്യമന്ത്രിയുമായി അറിയപ്പെടുന്ന അടുപ്പക്കാരാരൊക്കെയാണ്? അപ്പോൾ അവരെല്ലാം പെടുത്തുക. ഇത് ആദ്യം തമ്പാനൂർ രവിയുടെ CD തന്നെ ആദ്യം കൊണ്ടുവന്നത് എഡിറ്റ് ചെയ്ത CD അല്ലേ? അതിന് മുമ്പ് ആ സംഭാഷണം എത്രയോ നീണ്ട സംഭാഷണത്തിൽ ഉള്ള കുറേ ഭാഗങ്ങൾ മാത്രമല്ലേ എഡിറ്റ് ചെയ്ത് അവർ പറയാൻ പോകുന്ന മൊഴിക്ക് പിൻബലം കൊടുക്കുന്ന തരത്തിലല്ലേ ഇത് കൊണ്ടുവന്നിട്ടുള്ളത്? ഇങ്ങനെ എല്ലാവരെയും വഴിതെറ്റിക്കുകയല്ലേ സരിത? നിങ്ങളിതെല്ലാം ഇത് ഇവിടെ പറഞ്ഞ ഒരു ബോംബ് വരാൻ പോകുന്നു. ഏതൊരു നനഞ്ഞ പടക്കത്തെയും ബോംബാക്കി മാറ്റാൻ കഴിവുള്ള ഇടതുപക്ഷമുള്ള ഇന്നിപ്പോ കളിക്കുന്നില്ല, ഇടതുപക്ഷം ഞങ്ങളെ പുറത്താക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പല സമയത്ത് പറഞ്ഞതാണ്. ഇപ്പൊ ഇടതുപക്ഷം ഇതിനൊക്കെ കൈപ്പബിൾ ആണ്, ഇടതുപക്ഷം കേരളത്തിൽ ഇല്ലാതായിപ്പോയി, BJP കയറി വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഇടതുപക്ഷം ഇതിനൊക്കെ പറ്റും എന്ന് പറഞ്ഞല്ലോ. എന്നെ ഡിസ്റ്റർബ് ചെയ്ത് ഇതിനൊക്കെ പറ്റുന്നത് ഇടതുപക്ഷത്തിന് മാത്രമേ പറ്റൂ. എന്നെ പറയാൻ സമ്മതിക്കും. ഒരു മിനിറ്റ്. നമ്മൾ കേരളം വളരെ ജാഗ്രതയോടെ ഞാനിവിടെ ഈ കൈരളി ചാനലിൽ ചർച്ച നടത്തിയാണ്.
ബിജു രാധാകൃഷ്ണന്റെ CD. നമ്മളെല്ലാവരും അതുവരെ കോയമ്പത്തൂർ വരെ യാത്ര നടത്തി. പക്ഷേ ഇത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ CD ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാനുള്ള സമയം പോലും കൊടുക്കാതെ പ്രതിപക്ഷ നേതാവ് അപ്പം തന്നെ പറഞ്ഞു CD ഉണ്ടെന്ന് ബിജു രാധാകൃഷ്ണൻ പറഞ്ഞപ്പോൾ അടുത്ത മണിക്കൂർ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. എഡിറ്റ് ചെയ്തു നമ്മൾ അംഗീകരിക്കാം, എഡിറ്റ് ചെയ്ത് നമുക്ക് അംഗീകരിക്കാം, പോട്ടെ. അതിൽ ഈ തമ്പാനൂർ രവിയുടെ സംഭാഷണം മിമിക്രി ആർട്ടിസ്റ്റുകൾ ചെയ്തതാണോ? അയാൾ അങ്ങനെ ഡിനേ ചെയ്യുന്നുണ്ടോ? അതിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്തൊക്കെയാ? ഏത് സാഹചര്യത്തിലായാലും മുഖ്യമന്ത്രി 3 ദിവസമേ നമ്മൾ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നിങ്ങൾ പറയണം. നിങ്ങൾ പത്രം വായിക്കണം, പത്രത്തിൽ വിശദമായ റിപ്പോർട്ട് വന്നിട്ടുണ്ട്, അതനുസരിച്ച് നിങ്ങൾ മൊഴി കൊടുക്കണം. ഏത് സാഹചര്യത്തിലായാലും തമ്പാൻ രവിയും ഈ കേരളത്തിൽ ഇത്രയും കോലുകളൊക്കെ സൃഷ്ടിച്ച ഈ സ്ത്രീയുമായുള്ള ബന്ധം എന്താ? അത് പറയട്ടെ. അതോടൊപ്പം അതിനോട് മറുപടി ഇല്ല, വിടാൻ പാടില്ല, ഞാൻ വിടില്ല. അതിനോട് എനിക്ക് ആഡ് ചെയ്യാനുള്ളത് ഒരു ക്വസ്റ്റ്യൻ കൂടി. ഇപ്പൊ ഈ കാര്യങ്ങൾ പറയുമ്പോൾ വിൻസെന്റ് അതാണ് ഞാൻ പറയട്ടെ. പ്രതിപക്ഷം ഒരു മാധ്യമ പ്രവർത്തകനിൽ അല്ലെങ്കിൽ പുറത്തൊരു ഓർഡിനറി പേഴ്സൺ എന്നുള്ള രീതിയിൽ ഞാനിത് കണ്ടു കഴിഞ്ഞാൽ പ്രതിപക്ഷം പുറത്ത് നിൽക്കുന്നു. അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് അവർ മാറിയാണല്ലോ നിൽക്കുന്നത്. അധികാരത്തിന്റെ ഏതെങ്കിലും കാര്യങ്ങൾ സോഴ്സോ ഇൻഫ്ലുവൻസോ മെഷീനറിയോ ഉപയോഗിക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കില്ല. ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞോട്ടെ പ്രതിപക്ഷം താങ്കൾ പറഞ്ഞതുകൊണ്ട് പ്രതിപക്ഷത്തെ ഇതിന്റെ ഭാഗമാക്കുകയോ അത് താങ്കളുടെ ആരോപണത്തെ അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മൈതാന പ്രസംഗത്തിനപ്പുറത്തേക്ക് താങ്കൾ ഒരു കാര്യം ശ്രദ്ധിക്കും. ഞാനൊന്ന് പറഞ്ഞോട്ടെ. സരിതയും ഈ കാര്യങ്ങളിൽ സ്വാധീനിക്കാൻ ഇപ്പോൾ ശേഷിയുണ്ടെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ മെഷീനറിയൊക്കെ ഗവൺമെന്റ് മെഷീനറി എല്ലാം അല്ല, ഈ ഗവൺമെന്റ് ഉണ്ടോ? എന്റെ ചോദ്യത്തോട് ഉത്തരം പറയും. ഞാൻ ഉത്തരം പറയുകയാണ്. ഗവൺമെന്റ് മെഷീനറി എന്ന് പറഞ്ഞാൽ മാറി മാറി അധികാരത്തിൽ വരുന്ന കാലഘട്ടങ്ങളിൽ സ്വാധീനമുണ്ടായിരുന്നവർ തന്നെയാണ്. താങ്കൾ പറഞ്ഞതനുസരിച്ച് ഈ സർക്കാരിൽ സരിതയ്ക്കും സ്വാധീനമുണ്ട്. ഈ സർക്കാരിൽ സ്വാധീനമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഈ സർക്കാരിൽ സ്വാധീനമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഫാബ്രിക്കേറ്റഡ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ കാര്യം എന്തുകൊണ്ടാണ് ഇതെല്ലാം ശാസ്ത്രീയ പരിശോധനയ്ക്ക് അതാണ് എന്റെ ചോദ്യം. ആരാണ് എന്റെ ചോദ്യം അതാണ്. ആരാണ്? ഞാൻ അതാണ് ആ ചോദ്യത്തിലേക്ക് വന്നത്. ഈ ഭാഗങ്ങൾക്ക് ആരോപണം ഉന്നയിക്കുന്നവർക്കൊന്നും ഇതിനുള്ള അവസരങ്ങളില്ല. അവസരം ഇരിക്കുന്നത് സർക്കാരിന്റെ കയ്യിലാണ്. എന്തുകൊണ്ട് നിങ്ങൾ കള്ളമെന്ന് പറയുന്ന സംവിധാനങ്ങളുടെ ശാസ്ത്രീയ തെളിവ് കൊണ്ടുവരൂ എന്നാണ് പറയുന്നത്. തെളിവ് തെളിയിക്കൂ എന്ന് പറയുന്നുണ്ട്. ഒഫൻസ് വന്നാൽ ആരാണ് അത് കൈകാര്യം ചെയ്യേണ്ടത്? എന്റെ ചോദ്യം അഡ്വക്കേറ്റ്, ആരാണത്? ഒഫൻസ് ഇൻ എ ക്രിമിനൽ ഒഫൻസ്, ഹൂ ഈസ് ദി പാർട്ടി? അല്ല, എനിക്ക് അതിന് ഉത്തരം മതി. ഹൂ ഈസ് ദി പാർട്ടി? സ്റ്റേറ്റ് ആണ്. ഒരു സെക്കൻഡ്. ആരോപണം ഉന്നയിക്കുന്നവരാണ് തെളിയിക്കേണ്ടത്. അല്ലാതെ ആരോപണ വിധേയർ തെളിയിക്കുന്ന ക്രിമിനൽ കേസ് കൊന്ന ആളിന്റെ ഭാര്യ പറയാന് എനിക്ക് പരാതിയില്ലെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് എന്ത് ചെയ്യും? അത് ചോദ്യമാണ്. ഇവിടെ യാതൊരു തരത്തിലും യോജിക്കാത്ത ഒരു ലോജിക്കാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ ആരോപണം ഉന്നയിക്കുന്ന ആരാണ്? രാജേന്ദ്രൻ ചോദിക്കുന്നത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ മുഖ്യമന്ത്രിക്കോ കോൺഗ്രസ് നേതാക്കന്മാർക്കോ ആർക്കെതിരെ കെ.പി. സെക്രട്ടറിക്കെതിരെ ആരോപണം ഇരിക്കട്ടെ, നിയമഭാഷ ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? ഗവൺമെന്റ് ഡ്യൂട്ടിയാണ്. സത്യസന്ധമായ അതാണ് ഞാൻ പറയുന്നത്. അതിനുള്ള സാവകാശം എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? ബിജു രമേശിന്റെ CD എങ്ങനെയാണ് തെറ്റാണെന്ന് തെളിഞ്ഞത്? അധികാര സംവിധാനങ്ങൾ എങ്ങനെ മിസ്യൂസ് ചെയ്യുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് 2012 ജൂലൈ മാസം 3-ാം തീയതി സരിതയുടെ വീടിന് മുമ്പിൽ വെച്ച് DYSP ഹരികൃഷ്ണൻ സരിതയെ അറസ്റ്റ് ചെയ്യുമ്പോൾ കമ്മീഷൻ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ വീട്ടിൽ കയറിയില്ല? നിങ്ങൾ എന്തുകൊണ്ട് ഓഫീസിൽ കയറിയില്ല? സരിത പറയുന്നു, എന്റെ ലാപ്ടോപ്പ്, എന്റെ പെൻഡ്രൈവ്, എന്റെ
എന്റെ കമ്പ്യൂട്ടർ, എന്റെ CD എടുത്തു എന്ന് പറയുന്നു. ഇവിടെയാണ് ആദ്യ ഒരാഴ്ച കാലം തെളിവുകളെല്ലാം നശിപ്പിച്ചു. അതെല്ലാം ഒരു IG പറയുന്നു, ഒരു IG ആണ് പറയുന്നത് CD നശിപ്പിച്ചു. ഞാൻ പറയട്ടെ, DGP സെൻകുമാർ കമ്മീഷൻ മുമ്പാകെ പറയുന്നു, ഞാൻ IG ജോസിനെതിരെ നടപടി ശുപാർശ ചെയ്തു, ഒരു സീൽഡ് കവറിൽ ഞാൻ റിപ്പോർട്ട് തരുന്നു. എന്താ മുഖ്യമന്ത്രി പറഞ്ഞത്? മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ? ഞാൻ അത് അറിഞ്ഞിട്ടില്ല, എന്നാൽ പത്രത്തിൽ ഞാൻ വാർത്ത കണ്ടു. തിരക്കണ്ടേ? ഒരു മുഖ്യമന്ത്രി തിരക്കണ്ടേ? ആ ചോദ്യം നിർത്തിക്കൊണ്ട് തന്നെ താങ്കൾക്ക് അതിനോട് പ്രതികരിക്കാനുള്ള അവസരവും തന്നുകൊണ്ട് ഞാൻ ചോദിക്കുന്നു. അഡ്വക്കേറ്റ് JR പത്മകുമാറും പറയുന്നു, അഡ്വക്കേറ്റ് രാജേന്ദ്രനും പറയുന്നു, എ ക്രിമിനൽ കേസ് അല്ലെങ്കിൽ എ ക്രിമിനൽ ഒഫൻസ് ഈസ് അഗൈൻസ്റ്റ് സ്റ്റേറ്റ് ആണെങ്കിൽ ഈ സാധാരണക്കാർക്ക് സംരക്ഷണം കൊടുത്തുകൊണ്ട് ഈ ആരോപണങ്ങൾ പൊള്ളയാണെന്ന് പറയാനും അതല്ല എന്ന് സമൂഹ മധ്യത്തിൽ വരുത്താനുമുള്ള ഉത്തരവാദിത്വം സ്റ്റേറ്റിനുണ്ടോ? ഉണ്ട്. എങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ അതിന് സമയം കൊടുക്കുന്നില്ല? സമയം കിട്ടുന്നില്ല. ചോദ്യം ആരോപണം വന്ന ഉടൻ ഇതെന്താ ആലിബാബയുടെ ഇതാണോ മറ്റേ അലാവുദ്ദീന്റെ ക്രിമിനൽ കുറ്റം തെളിയിക്കാൻ വേണ്ടി ഇത് അലാവുദ്ദീന്റെ അത്ഭുത വിളക്കാണോ? ഇതിനുള്ള സാവകാശം കൊടുക്കണ്ടേ? അതിനുള്ള സാവകാശം കൊടുക്കണ്ടേ? അതിനു മുമ്പ് നിങ്ങളുടെ വിചാരണയും അതിനു മുമ്പ് നിങ്ങളുടെ കുറ്റം ചാർത്തലും അതിന് നിങ്ങളുടെ പ്രതി ചേർക്കലും സാങ്കേതികത്വം. ഇതിപ്പോ കമ്മീഷനാണ്, കമ്മീഷന്റെ ഒരു ഫൈൻഡിംഗ് അത് അക്സെപ്റ്റ് ചെയ്യുക. ക്രിമിനൽ കേസ് അതിലേക്ക് എനിക്ക് ഒരു കാര്യം കൂടി ചോദിക്കും. താങ്കൾ സാവകാശത്തെ കുറിച്ച് ചോദിക്കുന്നു. തൃശ്ശൂർ വേണ്ട സമയം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, തൃശ്ശൂർ വിജിലൻസ് കോടതി തന്റെ മുമ്പിൽ PD ജോസഫ് എന്ന് പറയുന്ന വ്യക്തി കൊണ്ടുവന്നൊരു ഹർജിയിൽ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയിലേക്ക് ആ 156(3) റൈറ്റ്? യെസ്, 156(3) അനുസരിച്ചുള്ള ഒരു പെറ്റീഷൻ ഫോർവേഡ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് രാജിവെച്ച കെ ബാബുവിന്റെ രാജിക്കത്തും പോക്കറ്റിലിട്ട് മുഖ്യമന്ത്രി നടക്കുകയും ആ അന്വേഷണം ആ ഏജൻസി ഒരു സംശയം വരുത്തേണ്ടതുള്ളതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇങ്ങനെയുള്ള കേസുകളിൽ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയാണോ ഫൈനൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി? തീർച്ചയായും. യെസ്, മതി, എനിക്ക് ഉത്തരം യെസ്, തീർച്ചയായും. അങ്ങനെയാണെങ്കിൽ അഡ്വക്കേറ്റ് വിൻസൻ ആ പ്രോപ്പർ ഫോറത്തിലേക്ക് ആ ഹർജി പോകട്ടെ, അതിന്റെ പ്രിലിമിനറി ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടക്കട്ടെ എന്ന് പറയുന്നതിന് പകരം അതിന്റെ പേഴ്സണൽ വേയിൽ എന്തിന് ഹൈക്കോടതിയിൽ അപ്പീലുമായി പോയി? മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിനുശേഷം ഇനി എനിക്ക് അതിലുള്ള ക്ലാരിഫിക്കേഷന് വേണ്ടി രാജേന്ദ്രൻ, ഈ കേസിൽ ഉമ്മൻചാണ്ടിയും ആര്യാടൻ മുഹമ്മദുമാണ് പ്രതികൾ, കറക്റ്റാണോ? അങ്ങനെയാണെങ്കിൽ ഇതിൽ അപ്പീൽ പോകുമ്പോൾ അവർ വാദികളാകും, അപ്പലന്റ് ആകും. അങ്ങനെയാണെങ്കിൽ റെസ്പോണ്ടന്റ് ആരാണ്? തീർച്ചയായിട്ടും റെസ്പോണ്ടന്റായി വരുന്നത് അവിടെ ഹർജി ഫയൽ ചെയ്ത അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? PD ജോസഫ്. അതിനോടൊപ്പം ഈ സ്റ്റേറ്റിന് എന്താണ്? സ്റ്റേറ്റിനുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഹർജിയിലെ വൈകല്യങ്ങൾ കൃത്യമായി ചൂണ്ടിക്കാണിക്കാനുള്ള ബാധ്യത ഈ സ്റ്റേറ്റിനുണ്ട്. ഈ സ്റ്റേറ്റ് അത്രയും ആത്മാർത്ഥതയോടെ ഇങ്ങനെ ഒരു കേസിൽ മുഖ്യമന്ത്രിയും ആര്യാടൻ മുഹമ്മദും പ്രതിസ്ഥാനത്ത് വരുന്ന ഒരു കേസിൽ ഈ ഹൈക്കോടതി ഈ കേസിന്റെ കൃത്യമായ കാര്യങ്ങൾ സ്റ്റേറ്റ് കാണിക്കേണ്ടതുണ്ട്. അതായത് ഈ ഹർജി വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചാണെന്നാണ് ആര് വാദിക്കേണ്ടത്? സ്റ്റേറ്റ് വാദിക്കേണ്ടത്. സ്റ്റേറ്റ് വാദിച്ചില്ല. എന്തുകൊണ്ട്? അവിടെയാണ് എനിക്ക് പറയാനുള്ളത്. തൃശ്ശൂർ വിജിലൻസ് കോടതി ചെയ്തത് തെറ്റാണെന്ന് ഹൈക്കോടതി പറഞ്ഞു. നമ്പർ 1. അതിനകത്ത് തൃശ്ശൂർ വിജിലൻസ് കോടതി കോടതിക്ക് തന്റെ മുന്നിൽ വരുന്ന വാദഗതികൾ അനുസരിച്ചാണ് വിധി പ്രസ്താവിക്കാൻ കഴിയുക. സ്റ്റേറ്റ് റെസ്പോണ്ടന്റ് ആയി വരുമ്പോൾ ആ സ്റ്റേറ്റ് കൃത്യമായി ഇത് പോസിറ്റീവ് ആണെന്ന് വാദമുഖം നിരത്താതെ എങ്ങനെ ഒരു ഡിവിഷൻ ബെഞ്ചിനെ വിധി പ്രസ്താവിക്കാൻ കഴിയും? അതാണ് ചോദ്യം. പറഞ്ഞാൽ തന്റെ മുന്നിൽ വരുന്ന രേഖകളും തന്റെ മുന്നിൽ വരുന്ന വാദമുഖങ്ങളും അനുസരിച്ചാണ് ചെയ്യേണ്ടത്. ഈ തൃശ്ശൂർ വിജിലൻസ് കോടതി ഇത് വിജിലൻസിന് കൈമാറുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കടലാസ് തുണ്ട് പോലും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു, എന്നെ പൂർത്തിയാക്കാൻ പറയൂ. അദ്ദേഹം അവിടെ കൊടുത്തിരുന്ന ഹർജി ക്വിക്ക് വെരിഫിക്കേഷന് കൊടുത്തിരിക്കുകയായിരുന്നു. തെളിവുകളെല്ലാം അവിടെ കൊടുത്തിരിക്കുകയായിരുന്നു. ഈ നിർണായകമായ ഈ ജഡ്ജ്മെന്റ് വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പേപ്പർ, ഒരു എങ്ങനെയാണ് ഒരു അടിയന്തരമായി ഒരു കെ ബാബുവിന്റെ രാജി വ്യക്തിപരമായി ആയിക്കോട്ടെ, അത് നിലപാട് വ്യക്തമാക്കിയതാണ്. അടിയന്തരമായി ഒരു ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് സജീവൻ ഇപ്പോൾ ഒന്നോ രണ്ടോ വാക്കിൽ ഒരു ഇടവേളയ്ക്ക് പോകേണ്ടതുള്ളത് കൊണ്ടാണ് എം വിൻസെന്റിന്റെ ഈ ചോദ്യത്തെ താങ്കൾ എങ്ങനെ കാണും? ഒന്ന് ചുരുക്കി. അല്ല, മുഖ്യമന്ത്രിക്കെതിരെയുള്ള കേസുമായി പോകുമ്പോൾ രേഖകളെല്ലാം ക്വിക്ക് വെരിഫിക്കേഷന് കൊടുത്തു എന്ന് പറയുന്നത് തെറ്റാണ്.
അതായത് ക്വിക്ക് വെരിഫിക്കേഷൻ ബാബുവിൻ്റെ കേസാണ് കൊടുത്തിരുന്നത്, മുഖ്യമന്ത്രിയുടെ കേസല്ല. മുഖ്യമന്ത്രിയുടെ കേസ് ക്വിക്ക് വെരിഫിക്കേഷന് വിടേണ്ട എന്നാണ് തീരുമാനിച്ചിരുന്നത്. ബാബുല്ല മുഖ്യമന്ത്രിയും ആര്യാടൻ സമയം കൊടുത്തു, 2 തവണ സമയം കൊടുത്തു, എന്നിട്ട് വീണ്ടും 10 ദിവസം കൂടെ ഞാൻ പറഞ്ഞത് വിജിലൻസ് കോടതി പറഞ്ഞത് ഉമ്മൻചാണ്ടിയും ആര്യാടൻ മുഹമ്മദുമുള്ള കേസിലാണ്. ഹൈക്കോടതി ജഡ്ജിയെ കുറിച്ച് ഇവിടെ പറഞ്ഞു. ഞാൻ ആ ജുഡീഷ്യറിയോടുള്ള എല്ലാ സ്നേഹ ബഹുമാനങ്ങളോടും പറയട്ടെ, തൃശ്ശൂർ ജില്ലാ വിജിലൻസ് ജഡ്ജി VRS കൊടുത്തത് പിൻവലിച്ചത് വെറുതെ ഒന്നുമാണെന്ന് കരുതണ്ട. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യം ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ശക്തമായി പ്രതികരിച്ചു. എന്താ പ്രതികരിച്ചത്? ഇത് എത്രയോ വിധികൾ, ജസ്റ്റിസ് സദാശിവത്തിന്റെ വിധിയുണ്ട്, കീഴ്ക്കോടതികളുടെ വിധികൾ പരാമർശിക്കുമ്പോൾ അത് വിലയിരുത്തുമ്പോൾ താഴത്തെ കോടതിയിലെ ജഡ്ജിമാരെ ഹർട്ട് ചെയ്യുന്ന ഒരഭിപ്രായവും പറയാൻ പാടില്ല. എന്താ ഇവിടെ ചെയ്തത്? പിന്നെ ഈ ഓർഡർ വന്ന് ഒരു 24 മണിക്കൂറിനകമാണ് നീലക്കുറുക്കൻ എന്ന് വിളിച്ച KC ജോസഫിനെതിരെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് AGയെ കേൾക്കാതെ കണ്ട് ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ വിശ്വാസം ജുഡീഷ്യറിക്ക് വേണം. ആ വിശ്വാസം നിലനിൽക്കുമ്പോൾ തന്നെയാണ് M. വിൻസെന്റ് പറയുന്നത് ഒരു പോസ്റ്റ് ഓഫീസ് അങ്ങനെയല്ല ആ ഉത്തരവ്. തെറ്റിദ്ധാരണയ്ക്ക് വഴിവെക്കേണ്ട കാര്യമില്ല. ജുഡീഷ്യറി ഒരു 4th സ്റ്റേറ്റ് മാധ്യമം ആ ചർച്ച നടത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ മെറിറ്റോ ഡിമെറിറ്റോ കണക്കാക്കാതെ ഞാൻ വളരെ നിഷ്പക്ഷനായിക്കൊണ്ട് ഒരു പോസ്റ്റ് ഓഫീസിന്റെ കർമ്മം ഈ കേസിൽ ഞാൻ എടുത്തോട്ടെ. ആരാണോ പ്രോപ്പർ അതോറിറ്റി, ആരാണ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയാണ്, മെറിറ്റും ഡിമെറിറ്റും നിശ്ചയിക്കേണ്ടത് അവരാണ്, അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും അവർ നിശ്ചയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഓഫീസിന്റെ ദൗത്യം ഞാൻ സ്വീകരിക്കുന്നു എന്ന പോസിറ്റീവ് അർത്ഥം. അങ്ങനെയാണോ രാജേന്ദ്രൻ? യെസ്. ആ തരത്തിലേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രി പതറുന്നുണ്ടോ? സോളാർ കേസും ചാരക്കേസും തമ്മിലുള്ള ബന്ധമെന്ത്? വെല്ലുവിളികൾ മുഖ്യമന്ത്രി തുടരുമ്പോൾ ആ വെല്ലുവിളികളുടെ അടിസ്ഥാന തത്വം എന്താണ്? നീതീകരണം എന്താണ്? വലിയ വിലയിരുത്തലുകൾ വരുന്നുണ്ട്. അതായത് സോളാർ കേസ്, അവിടെ സരിത എന്ന് പറയുന്ന വിപ്ലവ നായിക, അല്ല ഞാൻ അങ്ങനെ പറയാണ്, അലങ്കാരമായിട്ട് ഞാനത് പറയാണ്. വിപ്ലവ നായിക, പണ്ടൊരു വിപ്ലവ നായിക നമുക്കുണ്ടായിരുന്നു 94-95 കാലഘട്ടത്തിൽ. ആരാ? മറിയം റഷീദ. ചാരക്കേസിൽ 2 വിപ്ലവ നായികമാർ കോൺഗ്രസിന്റെ ഗതിവിഗതികൾ നിർണ്ണയിക്കുന്ന ഘട്ടത്തിൽ രണ്ടും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ താങ്കൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഒന്ന്, ആ കാലഘട്ടത്തിലെ കോൺഗ്രസ് ലീഡർഷിപ്പിന് MLA-മാർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, ആത്മാഭിമാനം ഉണ്ടായിരുന്നു, പച്ച മലയാളത്തിൽ പറഞ്ഞ ഉളുപ്പുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ കരുണാകരനെതിരെ കോടതി പരാമർശങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷേ കരുണാകരൻ ആ ഒരു കേസിൽ കുറ്റാരോപിത വിധേയനായിട്ടുള്ള ശ്രീവാസ്തവ എന്നുള്ള പോലീസ് ഓഫീസർ സംരക്ഷിക്കാൻ ശ്രമിച്ചു. ഇതായിരുന്നു ആരോപണം. ആ ആരോപണം സീരിയസ് ആയി വന്ന സമയത്ത് മലയാളി അത് ഏറ്റെടുത്തു. മലയാളി വിശ്വസിക്കുന്ന ഒരു അവസ്ഥാവിശേഷം വന്നു. ആ ധാർമ്മികതയോട് മലയാളിയുടെ ആ ഒരു ധാർമ്മിക ബോധത്തോട് പ്രതികരിക്കാതിരിക്കാൻ കോൺഗ്രസിന്റെ MLA-മാർക്ക് പറ്റുമായിരുന്നില്ല. ഇപ്പൊ സുജനപാൽ ഉൾപ്പെടെ, ഞങ്ങൾ കോഴിക്കോടുള്ള സുജനപാൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ 10 MLA-മാർ, ഐ ഗ്രൂപ്പിലുണ്ടായിരുന്ന MLA-മാർ രാഖി രാമാനും മറ്റേ സൈഡിലേക്ക് പോയതുകൊണ്ടാണ് കരുണാകരന് രാജിവെക്കേണ്ടി വന്നത്. മാത്രമല്ല കരുണാകരന് വേണേൽ പിടിച്ചു തൂങ്ങാമായിരുന്നു. ഇന്ന് ഉളുപ്പ് കേട്ട രീതിയിൽ ഇന്ന് ചെയ്യുന്നവരെ പിടിച്ചു തൂങ്ങാമായിരുന്നു. കരുണാകരൻ ചെയ്തില്ല. കാരണം കരുണാകരൻ ആ ധാർമ്മിക ബോധമുണ്ട്. ഇന്ന് ആ ഒരു കോൺഗ്രസ്സുകാരന് നമ്മൾ പൊതുവെ ബഹുമാനിക്കുന്ന കാര്യം കോൺഗ്രസിന്റെ ധാർമ്മിക ബോധം. ആ ഒരു ധാർമ്മിക ബോധത്തെയാണ് ഇന്നിപ്പം വെല്ലുവിളിച്ചിരിക്കുന്നത്. ആര് വെല്ലുവിളിക്കുന്നു? ഉമ്മൻചാണ്ടി. ഈ ഉമ്മൻചാണ്ടി തന്നെയാണ് കരുണാകരനെ ഇനി ആളുകൾ വിശ്വസിക്കില്ല എന്നൊക്കെ അന്ന് അത്തരം വിശേഷങ്ങളിലേക്ക് വരുമ്പോൾ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് നിർണായകമായ നിലപാട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സ്വീകരിക്കുകയുണ്ടായി മന്ത്രിസഭാ യോഗത്തിന് ശേഷം. എന്താണ് 94-95 കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ നിലപാടെന്ന് ഉമ്മൻചാണ്ടിയുടെ വാക്കുകളിൽ? ISRO ചാരക്കേസും പിന്നെ ശ്രീ K. കരുണാകരൻ രാജിവെച്ചതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങളൊക്കെ മാധ്യമങ്ങളിലുള്ളതല്ലേ? നിങ്ങൾ അന്നത്തെ കാലത്തെ ഏതെങ്കിലും എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ ചാരക്കേസ് സംബന്ധിച്ച് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ടുള്ളതുണ്ടെങ്കിൽ നിങ്ങളൊന്നും എടുത്തില്ല. തെറ്റാണ്, വെള്ളം തെറ്റാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ രേഖകൾ എടുത്ത് നോക്ക്. ഇതുമായിട്ടൊരു ബന്ധവുമില്ല. യെസ്, ആഡ് ചെയ്യാം. M. വിൻസെന്റിലേക്ക്. ഫക്രുദ്ദീൻ അലി പറയുന്നു, മുഖ്യമന്ത്രി പറയുന്നു ഒരു ബന്ധവുമില്ല. താങ്കളെയും മുഖ്യമന്ത്രി അടക്കം ശക്തമായി വിമർശിക്കുന്ന ഫക്രുദ്ദീൻ അലി പറയുന്നു ബന്ധമുണ്ട്. എങ്ങനെ പ്രതികരിക്കും? തീർച്ചയായും കഴിഞ്ഞ കുറേ ദിവസമായി ഈ സരിത തട്ടിപ്പുമായി കഴിഞ്ഞ ദിവസം കുറേ ദിവസങ്ങളായി സരിത തട്ടിപ്പ് വന്നപ്പോൾ ഇത് മുഖ്യമന്ത്രി ആയിരുന്ന ശ്രീ K. കരുണാകരൻ്റെ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നു.
നിങ്ങൾ കോൺഗ്രസിൻ്റെ ഇന്ത്യയിലുള്ള കോൺഗ്രസ് ചരിത്രം നിങ്ങൾ പരിശോധിക്കണം. പല സ്റ്റേറ്റിലും ഇൻറ്റേർണലായിട്ട് പല സർക്കാരുകൾക്കും അതിന് കോൺഗ്രസിനകത്ത് തന്നെ വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. ഇത് കേരളത്തിൽ മാത്രം ഉണ്ടായിട്ടുള്ളതല്ല, എല്ലാ സ്റ്റേറ്റിലും ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ കോൺഗ്രസ് നേതൃമാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് കോൺഗ്രസ് പാർട്ടിക്ക് അകത്തുണ്ടാകുന്ന ചില ഇഷ്യൂസിൻ്റെ ബേസ് ചെയ്തിട്ടാണ്. അത് ഈ മറിയം റഷീദ കേസുമോ ഈ ചാര കേസുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. അപ്പോൾ അങ്ങനെ ഒരു നേതൃമാറ്റം കെ കരുണാകരന്റെ നേതൃമാറ്റം മാത്രമല്ല കോൺഗ്രസ് ചരിത്രം ബിജെപിയുടേതായിരുന്നാലും കോൺഗ്രസ് അന്ന് കരുണാകരനെ രാജിവെച്ചിപ്പിച്ച ഇപ്പൊ ഈ തൊട്ടടുത്ത് കർണാടകത്തിൽ ഓരോ മാറ്റങ്ങളെ സംബന്ധിച്ച് മാറ്റങ്ങൾ ഒരു പൊടുന്നനവേ കേന്ദ്രത്തിലെ കോൺഗ്രസ് നേതൃത്വം എടുത്തു മാറ്റുന്നതല്ല. ബന്ധമില്ല. ഞാൻ അന്നത്തെ പത്രം കാണിച്ചു തരാം. രാഷ്ട്രീയ അധികാരം കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ ഉപയോഗിക്കാനുള്ളതല്ല ഉമ്മൻചാണ്ടി അന്നത്തെ പത്രങ്ങളിൽ ഉണ്ടായിരുന്നു. 2, ഈ ഹൈക്കോടതിയുടെ വിധി കോൺഗ്രസിനും UDF-നും മന്ത്രിസഭയ്ക്കും വിശ്വാസ ചോർച്ച ജനങ്ങളിടയിൽ ഉണ്ടായി എന്ന് വിഷ്വൽ രണ്ടുപേരും ഞാൻ ചോദിക്കട്ടെ, ഇതിലെവിടെയാണ് ചാരക്കേസുമായി ബന്ധപ്പെടുന്ന കാര്യം? ചാരക്കേസുമായി ബന്ധപ്പെടുന്നത് ചാരക്കേസുമായി ബന്ധപ്പെട്ട അല്ല, ഞങ്ങളുടെ പോയിന്റ് അതാണ്. ഞങ്ങൾ പറയുന്ന പോയിന്റ് ഇത് ചാരക്കേസുമായി ബന്ധപ്പെടുന്നതല്ല. ചോർച്ച ഉണ്ടാക്കി ഏത് ഹൈക്കോടതി? സോളാർ കമ്മീഷന്റെ മൊഴിയെടുക്കുന്ന ഹൗസിംഗ് ബോർഡ് ബിൽഡിംഗിന്റെ നേരെ എതിർവശത്താണ് ശ്രീമൻ കരുണാകരൻ താമസിച്ചിരുന്ന വീട്. അവിടെ പലപ്പോഴും പത്രക്കാരും അഭിഭാഷകരും പറയാറുണ്ട് കരുണാകരന്റെ ആത്മാവിയുടെ ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട്. അല്ലല്ല, ഇവിടെ ഒരു കാര്യം കൂടെ, ചാരക്കേസിലും കോൺഗ്രസിന്റെ 2 വിഭാഗത്തെ കാണാൻ കഴിയും. സരിതയുടെ മൊഴിയിലും കൃത്യമായി ഒരു വിഭാഗത്തെ ഉൾപ്പെടുത്തുന്നു, ഒരു വിഭാഗത്തെ കൃത്യമായി ഒഴിവാക്കുന്നു. ആ സാഹചര്യം നിലനിൽക്കുമ്പോൾ ഫക്രുദ്ദീൻ അലിയും JR പത്മകുമാറും ഉറച്ചു നിൽക്കുകയാണ് അന്ന് കരുണാകരനെ സ്ഥാനഭ്രഷ്ടനാക്കിയത് ഉമ്മൻചാണ്ടി തന്നെയാണ്. കാരണം ഞാനിപ്പോ ഇവിടെ ഉമ്മൻചാണ്ടി 94-95 കാലഘട്ടത്തിൽ നടത്തിയിട്ടില്ല. വിൻസെന്റ് ഉമ്മൻചാണ്ടി ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞതിനെ ആവർത്തിക്കുകയാണ് KPCC സെക്രട്ടറി കൂടിയായ M. വിൻസെന്റ്. ഉറപ്പാണ് ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയ ഈ ഉമ്മൻചാണ്ടിയുടെ വാദഗതിക്ക് ശേഷം സോഷ്യൽ മീഡിയ ഉമ്മൻചാണ്ടിയെയും കോൺഗ്രസിന്റെ A ഗ്രൂപ്പിന്റെ നിലപാടുകളെയും ആഘോഷിക്കുകയാണ്. സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്നത് ദൃശ്യ തെളിവുകളെ അടിസ്ഥാനമാക്കിയാണ്. അപ്പോഴും ഉമ്മൻചാണ്ടി കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ വെല്ലുവിളിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവ് നൽകാൻ കഴിയുമോ? ഒന്ന് ആഡ് ചെയ്യുകയാണ് പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്കായി. സരിത തെളിവുണ്ടെന്ന് പറഞ്ഞപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞു, ഒരു പേപ്പർ തുണ്ട് കടലാസെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ? സരിത പുറത്തുവിട്ടു. അതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരാളുടെ സർവേ നമ്പറുമായി ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ കൈപ്പടയിൽ എഴുതി മുഖ്യമന്ത്രിക്ക് കൊടുത്ത കത്ത്, ശുപാർശ കത്ത്, മുഖ്യമന്ത്രിയുടെ സീല്, മുഖ്യമന്ത്രിയുടെ ഒപ്പ്, പീപ്പിൾ TV അത് പുറത്തുവിട്ടു. ഇന്ന് മുഖ്യമന്ത്രി പറയുകയാണ് അങ്ങനെ ഒന്ന് നടത്തിയാൽ എന്താണ് തെറ്റ്? സജീവനിലേക്ക് ഞാൻ താങ്കളിലേക്കാണ് വരുന്നത്. നമ്മളെല്ലാം അതിൻ്റെ വിഷയങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. സജീവൻ, താങ്കൾ മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്. ഇതൊക്കെ താങ്കൾ അടുത്തറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. മുഖ്യമന്ത്രി അല്പം മുമ്പ് വെല്ലുവിളിച്ചതും വിൻസെന്റ് അടിവരയിട്ടതും JR പത്മകുമാറും അതോടൊപ്പം അഡ്വക്കേറ്റ് രാജേന്ദ്രനും ഫക്രുദ്ദീൻ അലിയും ഒക്കെ നിലപാട് വ്യക്തമാക്കപ്പെടുകയുണ്ടായി. പ്രേക്ഷകർക്ക് പകർന്നു നൽകേണ്ടത് ഒരു പക്ഷവുമില്ലാതെ 94-95 കാലഘട്ടത്തിലെ ഉമ്മൻചാണ്ടിയുടെ ഈ നിലപാടും ഇന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ വെല്ലുവിളിച്ചതും നമ്മുടെ മുഖ്യമന്ത്രിക്ക് എന്ത് പറ്റുന്നു? സജീവൻ, അദ്ദേഹം സ്വയം രക്ഷിക്കാനുള്ള ശ്രമമാണ്. ഞാൻ നേരത്തെ മുഖ്യമന്ത്രി ഈ മാധ്യമങ്ങൾക്ക് മുമ്പാകെ തെളിവുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഇതാണ്. ഞാൻ അതിൻ്റെ അന്നത്തെ പത്രവാർത്തയും മറ്റും വളരെ കൃത്യമായിട്ട് അറിയാം. അത് ശ്രീവാസ്തവയെ മാത്രം ബലി കൊടുത്തുകൊണ്ടായില്ല. മുഖ്യമന്ത്രി തന്നെയാണ്, അത് അന്നത്തെ കെ കരുണാകരൻ തന്നെയാണ് ഇതിൻ്റെ എല്ലാം പ്രധാന കിങ് പിൻ എന്ന രീതിയിൽ അന്ന് പറഞ്ഞിരുന്നതും അന്നത്തെ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള പട നയിച്ചിരുന്നതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പം നേരത്തെ ഫക്രുദ്ദീൻ പറഞ്ഞ കാര്യം, ഇവിടെ സുജനപാലിനുൾപ്പെടെ സുജനപാൽ മറുചണ്ടം ചാടുന്ന ഏറ്റവും അവസാനമാണ്. പലതവണ അതിനുവേണ്ടി ആരൊക്കെ ശ്രമിച്ചു എന്നുള്ള കാര്യം നമുക്കറിയാം. ഇതൊന്നുമില്ല എന്ന് പറയുമ്പോൾ അന്നത്തെ കോൺഗ്രസിനകത്ത് വിൻസെൻ്റ് പറഞ്ഞ പോലെ കോൺഗ്രസിനകത്ത് അന്നുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്.
അതേപോലെ തന്നെയാണ് രാജേന്ദ്രൻ എന്ന് പറഞ്ഞ പോലെ മുഖ്യമന്ത്രിക്കെതിരെ പടനീക്കം നടക്കുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിനകത്തെ പ്രശ്നം തന്നെയാണ്. അതിന് പ്രതിപക്ഷത്തെയോ മറ്റാരെയോ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇപ്പോൾ പുറത്തു വന്നില്ല, ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെതായിട്ട് പുറത്തു വിട്ടില്ല, സോഷ്യൽ മീഡിയ ആയിട്ടുള്ള പുറത്തു വിട്ടില്ല ഈ ബൈറ്റ് ഉണ്ടല്ലോ, അത് വളരെ കൃത്യമായിട്ടാണ്. അത് സംബന്ധിച്ച് ഒന്നും രണ്ടുമല്ല, പല പ്രസ്താവനകൾ പല പത്രങ്ങളിൽ വന്ന് പല ആളുകളുടെയും കയ്യിലുണ്ട്. ഇത് വെല്ലുവിളിക്കുമ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് പുറത്തു വരും. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അന്ന് ഇത് നടത്തി എന്നുള്ളത് പറയേണ്ട കാര്യം. കാരണം കരുണാകരനെതിരെ ഒരു പടനീക്കം അന്ന് അനിവാര്യമായിരുന്നു. കരുണാകരൻ ഇപ്പം ഉമ്മൻചാണ്ടി അന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ നിഷേധിക്കുന്ന പോലെ ആരോടും ചോദിക്കാതെ തന്നിഷ്ടപ്രകാരം പലതും നടത്തുകയായിരുന്നു എന്ന തോന്നൽ അന്നത്തെ കോൺഗ്രസ് കരുണാകരനോടൊപ്പമുള്ള ഗ്രൂപ്പുകാർക്ക് പോലും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ കരുണാകരൻ മറിഞ്ഞു പോയത്. അപ്പോൾ അത് ചെയ്തത് ശരിയാണ്, അന്ന് ചെയ്തത് ശരി. ഇന്നത്തെ കാര്യങ്ങളൊക്കെ നിഷേധിക്കാം, പക്ഷേ ഓരോ കാലത്തെയും നമ്മൾ ഈ നാട്ടിൻപുറത്തെ ഭാഷയെ പറഞ്ഞാൽ തുപ്പൽ കൂട്ടി മായ്ക്കുന്ന രീതിയിലേക്ക് മായ്ച്ചു കഴിഞ്ഞാൽ അതിനൊരു വല്ലാത്ത വാടയുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ സത്യം സംഭവിച്ചാണ്. ഇത് 95 എന്ന് പറയുന്നത് അധികകാലം അപ്പുറത്തൊന്നുമല്ല, വളരെ പഴക്കമുള്ള നൂറ്റാണ്ടുകൾക്കോ അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾക്ക് കുറേ അപ്പുറത്തേക്ക് കിടക്കുന്ന ഒരു സംഭവമൊന്നുമില്ല. നമ്മുടെ രാഷ്ട്രീയത്തിൽ സംഭവിച്ചാണ്. അത് എല്ലാ ആളുകളും കോൺഗ്രസ്സുകാർ പ്രതികരിക്കും. മുരളീധരനെ പോലുള്ള ഒരാൾ പറയട്ടെ ഇത് തെറ്റാണ് എന്ന്, അപ്പോഴാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. പരസ്പര വിരുദ്ധമായി ഇതുപോലെ അഭിപ്രായം പറയുന്ന ഒരു വ്യക്തിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. 141 പേജുള്ള മുഖ്യമന്ത്രിയുടെ മൊഴിയാണിത്. അതിൽ കൃത്യമായി കമ്മീഷൻ ചോദിച്ചു ടീം സോളാറിനെയും സരിതാ നായരെയും അങ്ങ് ആദ്യമായി പരിചയപ്പെടുന്നത് എപ്പോൾ? 2012 ചെറിയ ഇടവേളയ്ക്ക് അത്യാവശ്യമായതുകൊണ്ട് വിൻസെന്റിലേക്ക് വരുമ്പോൾ, ഇത്തരത്തിൽ സജീവൻ വിലയിരുത്തൽ നടത്തുമ്പോഴാണ് 2013 സോളാർ കേസിന്റെ വെളിപ്പെടുത്തലുകൾ പുറത്തു വരുന്നത് പീപ്പിൾ ടിവിയിലൂടെ. 2013 പീപ്പിൾ ടി വി പുറത്തുവിട്ട കാര്യങ്ങൾ വളർന്ന് ഇത്രയും എത്തുമ്പോൾ പീപ്പിൾ ടിവിയുടെ ആ നിലപാടുകളെയും എനിക്കിടയ്ക്ക് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള ചർച്ചയിൽ വിൻസെന്റും ഉണ്ടായിരുന്നു തോന്നുന്നു, അല്ല JRP ഉണ്ടായിരുന്നു, ഫക്രുദ്ദീനും ഉണ്ടായിരുന്നു, ബാബുരാജിൻ്റെ തെളിവ് പീപ്പിൾ ടി വി പുറത്തുവിട്ട കാര്യത്തിൽ. അന്ന് സരിത വെല്ലുവിളിച്ചു, പീപ്പിൾ ടി വി പുറത്തുവിട്ട ആ രേഖകളിലെ കൈപ്പട എൻ്റേതാണ്, തെളിയിക്കൂ. അന്ന് അല്ല എന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിരിക്കുന്നു ബാബുരാജിന് പോക്കുവരവ് ചെയ്തു കൊടുത്തതിൽ തെറ്റില്ല. സരിത വെല്ലുവിളിക്കുന്നു, ഇതിനു വേണ്ട ശുപാർശക്കത്ത് ഞാനാണ് നൽകിയത്, മുഖ്യമന്ത്രിയുടെ സീൽ വന്നു, നിഷേധിച്ച കോൺഗ്രസ് നേതാക്കൾ 2 പേർ ഇവിടെ അതിന് സാക്ഷികളായി JR പത്മകുമാറും ഫക്രുദ്ദീൻ അലിയും ഉണ്ടാകുമ്പോൾ സരിത ഇന്ന് ബാബുരാജിന് പോക്കുവരവ് ചെയ്തു കൊടുത്തതിൽ തെറ്റില്ല എന്ന് മുഖ്യമന്ത്രി അത് ആവർത്തിക്കുമ്പോൾ സരിതയുടെ ആരോപണങ്ങൾ നിഷേധിക്കുന്ന മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ വീണ്ടും പറയാൻ സാധിക്കുക? ഡിജിറ്റൽ തെളിവുകളും കത്തുകളും നാളെ സോളാർ കമ്മീഷനിൽ ഹാജരാക്കുമെന്ന് സരിത പറയുമ്പോൾ എല്ലാ കാര്യത്തിലും മുഖ്യമന്ത്രിയുടെ വെല്ലുവിളി തുടരുകയാണ്. എന്ത് ആരോപണം ഉണ്ടായാലും വെല്ലുവിളി തുടരുമ്പോൾ അഡ്വക്കേറ്റ് രാജേന്ദ്രനിലേക്ക് നാം നേരത്തെ 2 വൈരുദ്ധ്യങ്ങൾ ചർച്ച ചെയ്തു. 2 പോയിന്റ്സിൽ ഏറ്റവും അവസാനത്ത് എനിക്കറിയേണ്ടത് 14 മണിക്കൂർ മുഖ്യമന്ത്രി അവകാശപ്പെടുന്നുണ്ട് സത്യസന്ധത തെളിയിക്കാനായി സോളാർ കമ്മീഷന് മുന്നിൽ. നിയമസഭയ്ക്ക് ശേഷവും മുഖ്യമന്ത്രി പറഞ്ഞു ഞാൻ നിയമസഭയിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ടും തമ്മിൽ മുഖ്യമന്ത്രിയുടെ നിലപാടുകൾ കൃത്യമായി പൊരുത്തപ്പെടുന്ന ഘടകങ്ങൾ തന്നെയെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ആണോ? ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ട്? അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ? അതിന്റെ ഏറ്റവും വലിയ തെളിവ് ഡിസംബർ 27 സന്ദർശനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കമ്മീഷന് മുമ്പാകെ കൊടുത്ത പ്രൂഫ് അഫിഡവിറ്റിലാണ് ആദ്യമായി എനിക്ക് തെറ്റുപറ്റിയെന്ന് സംഭവിച്ചത്. ആ തെറ്റുപറ്റിയെന്ന് സമ്മതിച്ച് പറയുന്നത് തന്നെ എന്താ? കൃത്യമായി ചോദിച്ചു, ഈ വിവരം അങ്ങ് ഇതിനു മുമ്പ് വേറെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിയമസഭയ്ക്കകത്ത് പറഞ്ഞിട്ടില്ല, പുറത്ത് പറഞ്ഞിട്ടുണ്ട്. കൃത്യമായി നമ്മൾ ആവശ്യപ്പെട്ടു അതിൻ്റെ ഒരു രേഖ ഹാജരാക്കെ. അദ്ദേഹം ഹാജരാക്കുന്നില്ല. നമ്പർ 1. നമ്പർ 2, അദ്ദേഹം പറഞ്ഞതെന്താ? ഡൽഹിയിലെ അസിസ്റ്റന്റ് റെസിഡൻഷ്യൽ കമ്മീഷണർക്ക് പറ്റിയ പെശകാണ്, അദ്ദേഹത്തിൻ്റെ നോട്ടപ്പെശകാണ്. ഒരു നോട്ടപ്പെശകിൻ്റെ ആവശ്യമില്ല. NDCയുടെ വെബ്സൈറ്റ് gov.in NDC ഇപ്പോൾ അടിച്ചു കൊടുത്താൽ മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നത് ഇറങ്ങി വരികയാണ്. എന്തിനാണ് ഈ തെറ്റ്? അതോടൊപ്പം തന്നെ ഇവിടെ അലീബിയാണ് അദ്ദേഹം ക്ലെയിം ചെയ്തത്. അലീബിയിലെ ഏറ്റവും മെറ്റീരിയൽ ഡേറ്റ് ആണ്. ആ ഡേറ്റ് തെറ്റാൻ പാടില്ല. എന്തിന് കള്ളം പറയുന്നു? പിന്നെ അദ്ദേഹം ഡൽഹിയിൽ സരിതയെ കണ്ടു എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? മൂന്നാമത്തെ പോയിന്റ് കൃത്യമായി അദ്ദേഹം പറയുന്നു. നിയമസഭയിൽ രാജു എബ്രഹാമിന്റെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു ഫോണിൽ
ഫോണുകൾ ആര് വിളിച്ചു, എപ്പോൾ വിളിച്ചു, എന്താണ് സംസാരിച്ചത് എന്നെല്ലാം അന്വേഷിക്കാൻ സംവിധാനമുണ്ടെന്ന്. പക്ഷേ SITയുടെ നേതാവ് ADGP ഹേമേന്ദ്രൻ പറയുന്നു, ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ പറയുന്നു, ഞങ്ങൾക്ക് ആ ചുമതലയില്ലായിരുന്നു. 33 കേസിലെ ക്രിമിനൽ ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി എല്ലാ തെളിവുകളും അതോടൊപ്പം തന്നെ മലയാളി ശ്രീധരൻ നായരുടെ മീറ്റിംഗ് ദിവസം ടീം സോളാറിന്റെ അവിടെ കിട്ടി. 4 ആകുന്നു. എനിക്ക് ഞാൻ ഒരു ചോദ്യം കൂടെ ആഡ് ചെയ്യാനുള്ളത്, എല്ലാം വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. ഇങ്ങനെ താങ്കൾ ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു 4 എണ്ണം പറഞ്ഞു. ഈ 14 മണിക്കൂറിനിടയിൽ എത്ര വൈരുദ്ധ്യങ്ങൾ ഒറ്റയടിക്ക് താങ്കൾക്ക് പറയാൻ കഴിയും? ഈ വൈരുദ്ധ്യങ്ങൾ വൈരുദ്ധ്യങ്ങളുടെ കാരണം ഞാനിപ്പോൾ അതിന്റെ തന്നെ ഒരു കുറിപ്പ് ഏതാണ്ട് 6 പേജിലായിട്ട് കുറിപ്പെടുത്തിട്ടുണ്ട്. ഈ വൈരുദ്ധ്യങ്ങളാണ്. ഈ 50 അല്ല 100 അല്ല, അവിടെയാണ് അപ്രീസിയേഷൻ ഓഫ് എവിഡൻസ് വരുന്നത്, അവിടെയാണ് നെല്ലും പതിരും തിരിക്കുന്നത്. അതാണ് കമ്മീഷൻ ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ മുഖ്യമന്ത്രിക്ക് ഒരു ആനുകൂല്യം കൊടുക്കും. അദ്ദേഹം മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിന് കണ്ണി വളരെ വലുതായിട്ടുള്ള പക്ഷേ സരിതയുടെ കണ്ണി ചെറുതാകട്ടെ. ഇവിടെ ഒരു പ്രശ്നമുള്ള സരിതയ്ക്ക് കള്ളം പറയാം, മുഖ്യമന്ത്രിക്ക് കള്ളം പറയാൻ പറ്റില്ല. അത് അതിന്റെ മെരിറ്റും ഡീമെരിറ്റും അവിടെ നിൽക്കട്ടെ. നമ്മുടെ വിഷയം ഇതാണ്, മുഖ്യമന്ത്രി എന്തുകൊണ്ട് ആവർത്തിച്ച് കള്ളം പറയുന്നു എന്നുള്ളതാണ്. അത് സോളാർ കമ്മീഷനിൽ ഇപ്പോൾ 150ഓളം 14 മണിക്കൂറിനിടയിൽ അദ്ദേഹം കണ്ടെത്തിയ 6 പേജ് കുറിപ്പ് തയ്യാറാക്കിയതിൽ 150ഓളം ഉണ്ട്. നേരത്തെ ദൃശ്യങ്ങളടക്കം നമ്മൾ ചർച്ച ചെയ്തതാണ്. എനിക്ക് ചോദിക്കേണ്ട കാര്യം, പീപ്പിൾ TV സരിതയുടെ മറ്റേ ബാബുരാജിന്റെ പോക്കുവരവ് ചെയ്ത് കൊടുത്തതിൽ തെറ്റില്ല എന്ന് മുഖ്യമന്ത്രി ഇന്ന് പറയുന്നു. തെറ്റില്ല. പീപ്പിൾ TV പുറത്തുവിട്ട അന്ന് ചർച്ചയിൽ പങ്കെടുത്തവരാണ് നിങ്ങൾ രണ്ടുപേരും. അപ്പോൾ അതിന് കുറച്ചുകൂടി ബലം വരും. അങ്ങനെയാണെങ്കിൽ അന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് PM സുരേഷ് ബാബു വെല്ലുവിളിച്ചു, ഇതൊന്ന് തെളിയിക്കൂ. ഇന്ന് മുഖ്യമന്ത്രി അത് അഡ്മിറ്റ് ചെയ്യുന്നു. അതിലും പീപ്പിൾ TV അന്ന് പുറത്തുവിട്ടതും ഇന്ന് മുഖ്യമന്ത്രി അഡ്മിറ്റ് ചെയ്യുമ്പോഴും സരിതയുടെ ആരോപണത്തിന് ഒരു സാങ്ക്ടി വരുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ അതിലെ പ്രയർ പോർഷനും അഡ്രസ് പോർഷനും, അതായത് ബഹുമാനപ്പെട്ട സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് അഡ്രസ് പോർഷൻ, പ്രയർ പോർഷൻ, ഈ വരുന്ന ശുപാർശ കത്ത് എൻ്റെ സ്വാധീനത്താൽ ആ സ്വാധീനം പരിഗണിച്ച് കണ്ടെത്തി പോകണം. സരിത പീപ്പിൾ TVയോട് പറഞ്ഞു, 4 മാസം കൊണ്ട് അയാൾ നടക്കുകയായിരുന്നു ഈ ബാബുരാജ്, ഞാൻ 4 ദിവസം കൊണ്ട് ബൈ ഹാൻഡ് ഇന്ന സ്ഥലത്തെത്തിച്ച് കാര്യം സാധിച്ചു. ബാബുരാജ് കൊടുത്ത ഒരു സരിതക്കെതിരെ കൊടുത്ത ഒരു കംപ്ലൈന്റ് അടിസ്ഥാനത്തിലാണ് ഇതിനൊരു വാലിഡിറ്റി കൈവിടുന്നത്. ആ കംപ്ലൈന്റ് പറയുന്നത് സരിത ഈ കാര്യം ചെയ്തുകൊണ്ടാണ് എനിക്ക് വിശ്വാസം വന്നത്, അതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ട് പിന്നെ അതുകൊണ്ട് അത് ലീഗലി നിൽക്കില്ല. പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ ഒരു സാഹചര്യ തെളിവിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പറയുമ്പോൾ കൂടെ സ്വീകാര്യത വരുന്നു. വേറൊരു കാര്യം, ഈ വിൻസെന്റ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മൊത്തം ഒരു സാമാന്യ ബോധത്തെ തൈ പോകുന്ന ചില കാര്യങ്ങളാണ്. അദ്ദേഹം ഇവിടെ പറയുന്നത് മുഖ്യമന്ത്രിക്ക് തെളിയിക്കാൻ സമയം കൊടുത്തില്ല. ഞാൻ 2 കാര്യമാണ് പറയുന്നത്. മുഖ്യമന്ത്രി ഞാൻ പറഞ്ഞോട്ടെ എന്തിനാ കൊണ്ട് അത് പറയാം. അപ്പം കൈരളി TV നിങ്ങളാണല്ലോ മറ്റേ ആ ഒരു പിന്നെ സരിതയും ഉമ്മൻചാണ്ടിയും കൂടി ചെവിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ചിത്രം കൊണ്ടുവന്നത്. അന്ന് അത് കൊണ്ടുവന്ന സമയത്ത് 2 തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. 2 തരത്തിലുള്ള മറുപടിയാണ്. കണ്ടിരിക്കാം, അന്ന് അവിടെ വന്നിരുന്നു എന്ന് സോളാർ കമ്മീഷണർ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ അങ്ങനെ ഫാബ്രിക്കേറ്റ് ചെയ്യുകയാണ്, എന്തുകൊണ്ട് നിങ്ങൾക്കെതിരെ മുഖ്യമന്ത്രിക്കെതിരെ ഫാബ്രിക്കേറ്റ് ചെയ്തതിന്റെ പേരിൽ നിങ്ങൾക്കെതിരെ എന്തുകൊണ്ട് ആക്ഷൻ എടുത്തില്ല? ഒന്നാമത്തെ കാര്യം. വേറൊരു കാര്യം എന്താ, ഈ തമ്പാനൂർ രവിനെ വിളിച്ച ആ ഒരു ടേപ്പ് ഒറിജിനൽ ആണോ എന്ന് ചോദിച്ചു. തമ്പാനൂർ രവിന്റെ ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരുന്നു? ഞാൻ വിളിച്ചതല്ല, എന്നെ അങ്ങോട്ട് വിളിച്ചതാണ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തില്ലേ? ഈ കോമൺ സെൻസിക്കലായ കാര്യങ്ങൾ പറയുമ്പോൾ അത് എവിടെയെങ്കിലൊക്കെ തട്ടുന്നു എന്ന് മനസ്സിലാക്കണം, മറ്റുള്ളവർക്ക് വിവരം ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഈ 2012 മറ്റേ ഈ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു, മറ്റേ ചെക്ക് കൊടുത്തു, ദുരിതാശ്വാസ ഫണ്ടിൽ കൊടുത്തു, അത് ബൗൺസ് ചെയ്തു. സരിത പറഞ്ഞിട്ടുണ്ടല്ലോ 2011 ഞാൻ കൊടുത്തിട്ടുണ്ട്, അന്ന് ഞാനാണ് ഒപ്പിട്ടത്. രണ്ടാമത് കൊടുത്താൽ ബിജു രാധാകൃഷ്ണൻ ഒപ്പിട്ട്, അതിൽ ഡിസ്പ്യൂട്ട് ഉള്ളത് കൊണ്ടാണ് കിട്ടാത്തത്. ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് ഉണ്ടോ ഇല്ലയോ എന്ന് അതെങ്ങനെ കിട്ടി മുഖ്യമന്ത്രിക്ക്? ഒറ്റ മിനിറ്റ്. ഇദ്ദേഹം പറഞ്ഞ ഒരു 1-2 കാര്യങ്ങളുണ്ട്. ഈ താങ്കൾ പറഞ്ഞതുപോലെ ഈ രേഖ ഇന്ന് നിങ്ങൾ ഏത് ദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയാലും സാധാരണക്കാരുടെ കയ്യിൽ അദ്ദേഹം ഒപ്പിട്ടത് കൊടുത്ത് വിടാറുണ്ട്. അത് ആരുടെ കയ്യിലായാലും കൊടുത്തിട്ടുണ്ട്. പിന്നെ മുഖ്യമന്ത്രി കള്ളം പറയുന്നു നിങ്ങൾ ഇത് ആവർത്തിച്ച് പറയരുത്. ഒന്ന് ഡിസംബർ 27 എന്ന് പറയുന്നത് വിജ്ഞാൻ ഭവനിൽ നടന്ന യോഗമാണ്. അതിനകത്ത് 27ആണോ 29ആണോ അതെന്താണ് മെറ്റീരിയൽ ആയിട്ടുള്ളത്? അതിലെന്താണ് മെറ്റീരിയൽ ആയിട്ടുള്ളത്? ചോദിക്കുമ്പോൾ ഇടവേളയ്ക്ക് ശേഷം ഇത്തരത്തിൽ ആരോപണങ്ങളൊക്കെ വരുമ്പോൾ കേരള രാഷ്ട്രീയം ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യം, അത് സോഷ്യൽ മീഡിയ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ INTUC-യുടെ തലത്തൊട്ടപ്പനും കേരളത്തിന്റെ ബഹുമാന്യനുമായ R ചന്ദ്രശേഖരൻ തന്റെ ഫേസ്ബുക്കിൽ ചോദിച്ചു. അതോടൊപ്പം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അജയ് തറയിൽ, കോൺഗ്രസ് വക്താവ് അജയ് തറയിലും ചോദിക്കുന്നു, ആദർശ ധീരന്മാർ എവിടെ?
ആ ആദർശ ധീരന്മാരെ ഞാൻ ആഡ് ചെയ്യുന്നു. AK ആന്റണി എവിടെ? VM സുധീരൻ എവിടെ? മുല്ലപ്പള്ളി രാമചന്ദ്രൻ എവിടെ? VD സതീശൻ എവിടെ? TN പ്രതാപൻ എവിടെ? VT ബൽറാം എവിടെ? എൻ്റെ അഡീഷൻ അല്ല, കേരള കോൺഗ്രസ് എം വരും ദിവസങ്ങളിൽ ചോദിക്കുന്നു. ഈ നേതാക്കളുടെയൊക്കെ പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിൽ KM മാണി ഞങ്ങളുടെ നേതാവിന് രാജിവെക്കേണ്ടി വന്നെങ്കിൽ K ബാബുവിനെതിരെയും മുഖ്യമന്ത്രിയുടെ ആവർത്തിച്ചുള്ള തെളിവുകളും ദൃശ്യമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ചർച്ച ചെയ്യുമ്പോൾ ആദർശ ധീരന്മാർ എവിടെയാണ്? എം വിൻസെന്റിലേക്ക് വരാം. യെസ്, സജീവനിലേക്ക്. സജീവൻ 2 മിനിറ്റാണ് നമുക്കുള്ളത് ഈ ചർച്ച വൈൻഡപ്പ് ചെയ്യാൻ. 1 മിനിറ്റ് താങ്കളിലേക്ക്. എൻ്റെ നേരത്തെ ചോദ്യം താങ്കൾ കേട്ട് കാണും. ആദർശ ധീരന്മാർ നശിച്ചു പോയോ കോൺഗ്രസിൽ? 95-ൽ ഉമ്മൻചാണ്ടി ചെയ്ത അതേപോലെ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാനുള്ള ആർജവും എല്ലാ നേതാക്കന്മാരും, എല്ലാ ആദർശ ധീരന്മാരും കാണിക്കുകയാണ് വേണ്ടത്. അന്ന് ഉമ്മൻചാണ്ടി ചെയ്ത് വളരെ കറക്റ്റായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. യെസ്, അന്ന് ഉമ്മൻചാണ്ടി ചെയ്തത് കറക്റ്റാണെന്ന് വിശ്വസിച്ചു. എല്ലാം ഉണ്ട്. സജീവന്റെ വാക്കുകളിൽ എല്ലാം ഉണ്ട്. ആദർശ രാഷ്ട്രീയത്തിനപ്പുറം അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയ ധാർമ്മികത എന്നുള്ളതാണ്. സജീവൻ പറയാതെ പറയുന്നത് കറക്റ്റാണോ? ആസാനം. യെസ്, അതിന് അദ്ദേഹത്തിനാണ് സ്പെസിഫിക്കേഷൻ. ധാർമ്മികത എന്ന് പറഞ്ഞാൽ കേരളം കണ്ട ഏറ്റവും വലിയൊരു തട്ടിപ്പുകാരി പറയുന്നത് ശരിവയ്ക്കാത്തവരെല്ലാം ധാർമ്മികത ഇല്ലാത്തവരാണെന്ന് പറയരുത്. ഇതിനു മുമ്പും ഇടതുപക്ഷം പലതവണ ഉയർത്തിക്കൊണ്ടുവന്ന സൂര്യനെല്ലി കേസായിരുന്നാലും ഐസ്ക്രീം പാർലർ കേസായിരുന്നാലും ഇതിലൊന്നിലും തന്നെ നിങ്ങൾ പറഞ്ഞ PJ കുര്യനെ ബന്ധപ്പെടുത്താൻ, നിങ്ങൾ പറഞ്ഞ കുഞ്ഞാലിക്കുട്ടിയെ പെടുത്താൻ ഒന്നിനും കഴിഞ്ഞിട്ടില്ല. ഈ സരിത പറയുന്ന വെളിപ്പെടുത്തലും ഇതുപോലൊരു പച്ചക്കള്ളമായി നാളെ തെളിയുമ്പോൾ കേരളത്തിന്റെ സമൂഹത്തിന്റെ മുന്നിൽ മുട്ടിൽ നിന്ന് മാപ്പ് പറയേണ്ടി വരും ഈ പറയുന്നവർക്ക്. അങ്ങനെ കേരളത്തിന്റെ മുന്നിൽ കുട്ടി മാപ്പ് പറയേണ്ടി വരുമ്പോൾ 94-95 കാലഘട്ടത്തിൽ ചാരക്കേസ് വെറും ചാരക്കേസായി മാത്രമായിരുന്നുവെന്ന് കോൺഗ്രസുകാർ തന്നെ പറയുമ്പോൾ ഉമ്മൻചാണ്ടി K കരുണാകരനെ പുച്ഛിച്ച് സ്ഥാനപ്രശ്നമാക്കുമ്പോൾ രാഷ്ട്രീയ മാന്യത എന്ന് അന്നത്തെ ഉമ്മൻചാണ്ടിയുടെ വാക്കുകൾ. ഇന്ന് രാഷ്ട്രീയ മാന്യത വരുമ്പോൾ സരിതയ്ക്കപ്പുറം മറിയം റഷീദ അന്ന് ഉയർത്തിയ കാര്യങ്ങൾ വരുമ്പോൾ അന്ന് കരുണാകരൻ ന്യായീകരിച്ചതും ഇതേ കാര്യത്തിലായിരുന്നു. കരുണാകരൻ പുറത്തു പോകുമ്പോൾ ആദർശധീരനായിരുന്നു ഉമ്മൻചാണ്ടി. എന്തിന് ഉമ്മൻചാണ്ടി കരുണാകരനെ പുറത്താക്കണം? അങ്ങനെയാണെങ്കിൽ ആദർശധീരത രാഷ്ട്രീയ സമൂഹത്തിന് വരുമ്പോൾ സരിത പറയുന്നത് കള്ളമാണെങ്കിൽ ആ കള്ളം മറിയം റഷീദ പറഞ്ഞ കള്ളത്തിൽ കരുണാകരനെ ഇറക്കി വിട്ടെങ്കിൽ ഇന്ന് എനിക്ക് ആ മാന്യതയുണ്ട് എന്ന് പറയേണ്ട ആർജവം എന്നാണ് രാഷ്ട്രീയ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടാവുക? ആ ചോദ്യം പ്രേക്ഷകരിലേക്ക് സമ്മാനിച്ചുകൊണ്ട് പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി.